നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ കർശന പരിശോധനയാണ് നടക്കുന്നത്. നിയമം ലംഘിച്ച് രാജ്യത്ത് കഴിയുന്നവരെ ഇരട്ടപ്പൂട്ടിട്ട് നാടുകടത്താനുള്ള നീക്കത്തിൽ നിന്ന് ഒരു മാറ്റവുമില്ല. പരിശോധന തകൃതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ആഴ്ചതോറും ഇതിന്റെ കണക്കുകളും ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിടാറുണ്ട്. 11,000-ലധികം പേരെയാണ് ഒരാഴ്ചക്കിടെ നടത്തിയ പരിശോധനകളിൽ നിയമം ലംഘിച്ചതിന്റെ പേരിൽ പിടികൂടിയത്. മെയ് 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള കാലയളവിൽ നടത്തിയ റെയ്ഡിൽ 11,549 പേരാണ് വിവിധ നിയമലംഘനങ്ങൾക്ക് പിടിയിലായത്. താമസ നിയമങ്ങൾ ലംഘിച്ച 6,344 പേരും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 3,741 പേരും ഇതിൽ ഉൾപ്പെടുന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. റെസിഡൻസി, ലേബർ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചവർക്കായി രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും സുരക്ഷാ ഏജൻസികൾ റെയ്ഡ് തുടരുകയാണ്. 4,352 സ്ത്രീകൾ ഉൾപ്പെടെ 25,128 പേരാണ് അടുത്ത കാലത്തായി നിയമ നടപടികൾക്ക് വിധേയരായതെന്ന് മന്ത്രാലയം വെളിപ്പെടുത്തി. നാടുകടത്തുന്നതിന് മുന്നോടിയായി യാത്രാരേഖകൾ ലഭ്യമാക്കുന്നതിന് മറ്റ് 18,607 പേരെ അവരുടെ നയതന്ത്ര കാര്യാലയങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. 1,376 നിയമലംഘകരെ നാടുകടത്താനുള്ള നടപടികൾ പൂർത്തിയാക്കി. 6,535 പേരെ രാജ്യത്ത് നിന്ന് നാടുകടത്തിയതായും മന്ത്രാലയം അറിയിച്ചു. നിയമലംഘകർക്ക് പുറമെ നിയമലംഘകർക്ക് സഹായങ്ങൾ നൽകുന്നവർക്കെതിരെയും കർശനമായ നടപടിയാണ് അധികൃതർ സ്വീകരിക്കുന്നത്. നിയമലംഘകർക്ക് പുറമെ നിയമലംഘകർക്ക് സഹായങ്ങൾ നൽകുന്നവർക്കെതിരെയും കർശനമായ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചു വരുന്നത്. അതേസമയം ഈ മാസം 21-ന് മുൻപ് ഉംറ തീർത്ഥാടകർ സൗദിയിൽ നിന്നും തിരികെ പോകണമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ സൗദിയിൽ നിന്നും തിരികെ പോകാത്തവരെ അനധികൃത താമസക്കാരായി കണക്കാക്കും. ഹജ്ജ് തീർത്ഥാടകർ എത്തിത്തുടങ്ങും മുൻപ് ഉംറ തീർത്ഥാടകരെ സൗദിയിൽ നിന്നും തിരിച്ചയക്കാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടന സീസണിനായുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. സാധാരണയായി ഹജ്ജ് തീർത്ഥാടകർ എത്തുന്നതിന് മുൻപ് ഉംറ തീർത്ഥാടകർ മടങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്ന പതിവുണ്ട്. വിദേശ ഉംറ തീർത്ഥാടകർ യഥാസമയം തിരികെ പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അതാത് ഉംറ സേവന കമ്പനികളുടെ ബാധ്യതയാണ്. ഈ വർഷത്തെ ഹജ്ജിൽ പങ്കെടുക്കുന്ന വിദേശത്ത് നിന്നുള്ള ഉംറ തീർത്ഥാടകർ ദുൽഖദ 1 മുതൽ സൗദിയിൽ എത്തിത്തുടങ്ങും. ദുൽഹജ്ജ് മാസം 4 വരെ വിദേശ ഹാജിമാർ സൗദിയിലെത്തും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.